ശബരിമല വിഷയം സംബന്ധിച്ച് വളരെ വിശദമായി ഞാൻ പറയുന്നത് ഔചിത്യമല്ല. അത് നിങ്ങൾക്കറിയാലോ. കാരണം മുഖ്യമന്ത്രി സ്ഥാനത്തിരുന്നു കൊണ്ട് അത് ഇന്ന് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് പറയുന്നത് ഭംഗിയായിട്ടുള്ള കാര്യമാണ്. എന്നാൽ ഞാൻ പറയട്ടെ, പറഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങൾ പറഞ്ഞു. അതിൽ കാണേണ്ട ഒരു കാര്യം, ഹൈക്കോർട്ടിൻ്റെ നേതൃത്വത്തിൽ അന്വേഷണം നടക്കുകയാണ്. എല്ലാ കാര്യങ്ങളും ഹൈക്കോർട്ട് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഫലപ്രദമായ അന്വേഷണമാണ് നടക്കുന്നത്. ഹൈക്കോർട്ടിൻ്റെ മേൽനോട്ടവും നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. ആ വഴിക്ക് നമുക്ക് ആ അന്വേഷണത്തിൽ പൂർണ്ണ തൃപ്തി രേഖപ്പെടുത്താം. പിന്നെ CPIM-നെ സംബന്ധിച്ചിടത്തോളം CPIM ഒരു കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ കാര്യത്തിൽ ആര് തെറ്റ് ചെയ്താലും ആ തെറ്റ് ചെയ്തവരെ സംരക്ഷിക്കുന്ന ഒരു നടപടിയും പാർട്ടിയുടെ ഭാഗത്ത് ഉണ്ടാകില്ല എന്നത് CPIM വ്യക്തമാക്കിയുള്ള കാര്യവുമാണ്. അത് ഞാൻ പറഞ്ഞു. പറയും. ഗവർണറുമായി ബന്ധപ്പെട്ടിരുന്നാണ് നമ്മുടെ ഈ സാങ്കേതിക സർവകലാശാലയിലെയും ഡിജിറ്റൽ സർവകലാശാലയിലെയും VC-മാരെ നിയമിക്കുന്നതിൽ മുഖ്യമന്ത്രി കൊടുത്ത പാനലിലുള്ള പ്രയോറിറ്റി ലിസ്റ്റിൽ നല്ല ഗവർണർ ഇപ്പോൾ സുപ്രീം കോടതിയിലേക്ക് ലിസ്റ്റ് കൊടുത്തിരിക്കുന്നത്. ഇത് നമ്മുടെ സ്വകാര്യ സർവകലാശാല ബില്ലും പ്രസിഡന്റിന്റെ കയ്യിലാണ്. ഇത്തരം സാധനങ്ങൾ നമ്മുടെ ഫെഡറൽ സംവിധാനത്തെ എത്രത്തോളം ബാധിക്കുന്നു? നമ്മുടെ ഈ വിദ്യാഭ്യാസ മേഖലയിൽ അനിശ്ചിതാവസ്ഥയ്ക്ക് ഒരുപാട് കാരണമാകുന്നില്ലേ ഗവർണറുടെ ഇടപാടുകൾ, നിലപാടുകൾ? തീർച്ചയായും ഫെഡറൽ സംവിധാനത്തെ അപകടപ്പെടുത്തുന്ന ഒരുപാട് നീക്കങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടുള്ള നടപടികൾ ഗവർണർമാരും പലയിടത്തും സ്വീകരിച്ചു പോകുന്നുണ്ട്. എന്നാൽ ഇക്കാര്യത്തിൽ കൃത്യമായ സുപ്രീം കോടതിയുടെ നിലപാടുകളുടെ ലംഘനമല്ലേ ഉണ്ടായിട്ടുള്ളത് എന്ന് സംശയിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഞാൻ ഒരു മുഖ്യമന്ത്രി എന്ന നിലക്ക് ഇവിടെ ഈ പറയുന്ന മുൻഗണനാക്രമത്തിലുള്ള ലിസ്റ്റ് കൊടുത്തത് ഗവൺമെൻറ് തീരുമാനിച്ചതിൻ്റെ ഭാഗമായിട്ടല്ല, സുപ്രീം കോടതിയുടെ നിർദ്ദേശം പാലിച്ചതാണ്. സുപ്രീം കോടതി പറഞ്ഞത് ഈ പറയുന്ന ലിസ്റ്റ് മുഖ്യമന്ത്രിയുടെ കയ്യിൽ കിട്ടിയാൽ അതിൽ മുൻഗണന നിശ്ചയിച്ചുകൊണ്ട് ഗവർണർക്ക് കൊടുക്കണം. ഞാൻ മനസ്സിലാക്കിയത് ആ ലിസ്റ്റിൽ നിന്ന്, മുഖ്യമന്ത്രി നൽകുന്ന ലിസ്റ്റിൽ നിന്ന് ഒരാളെ ഗവർണർ VC-ആയി നിയമിക്കണം. ഇതാണ് സുപ്രീം കോടതിയുടെ കൃത്യമായ നിർദ്ദേശം. ആ നിർദ്ദേശം ഗവർണറെ പോലൊരാൾ ലംഘിക്കുന്നത് എന്തടിസ്ഥാനത്തിലാണ്? മനസ്സിലാക്കാൻ കഴിയാത്തൊരു കാര്യമാണത്. നിർദ്ദേശമനുസരിച്ചാണ്, സുപ്രീം കോടതിയുടെ നിർദ്ദേശമനുസരിച്ചാണ് മുഖ്യമന്ത്രി ഈ പറയുന്ന ലിസ്റ്റ് കൊടുക്കുന്നത്. ആ ലിസ്റ്റിൽ പറയുന്ന ആളുകളെ പരിഗണിക്കുന്നേയില്ല. എന്നിട്ടോ എന്തെല്ലാം കാരണങ്ങൾ കൊണ്ട് ഈ നേരത്തെ തന്ന ലിസ്റ്റിൽപ്പെട്ട ഒരാൾ അയോഗ്യയാണ് എന്നത് മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിച്ചത് അതിനെ പൂർണ്ണമായി തള്ളിക്കൊണ്ട് അങ്ങനെയുള്ള ആളെ അടക്കം നിയമിക്കുന്ന നിലയാണ് സ്വീകരിച്ചിട്ടുള്ളത്. വളരെ വിചിത്രമായ കാര്യമാണ്. ഇത്ര നഗ്നമായി സുപ്രീം കോടതിയുടെ നിർദ്ദേശം ലംഘിക്കാനുള്ള മനോഭാവം എങ്ങനെയാണ് ഗവർണർക്ക് ഉണ്ടാകുന്നത്? ഏതെങ്കിലും ഒരു ഗവർണർക്ക് മാത്രമായിട്ട് അങ്ങനെ ഒരു ധൈര്യം വരുമോ? ഇതാണ് നാം ചിന്തിക്കേണ്ട കാര്യം. സുപ്രീം കോടതിയുടെ നിർദ്ദേശം പരസ്യമായി ലംഘിക്കപ്പെട്ടിരിക്കുന്നു. ബാക്കി കാര്യങ്ങൾ കോടതി ആലോചിക്കേണ്ടതാണ്. ഇന്ന് കോടതി അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആലോചിക്കുന്നുണ്ട് എന്നാണ് തോന്നുന്നത്. കോടതിയുടെ നിർദ്ദേശം വരട്ടെ, അതനുസരിച്ച് നമുക്ക് എല്ലാവർക്കും പ്രവർത്തിക്കാം. അല്ല, അത് ഗവർണറുടെ കൂടുതൽ കാര്യങ്ങളല്ലേ നിങ്ങൾ പറയുന്നത്? അത് തന്നെയാണല്ലോ ഞാൻ പറഞ്ഞത്. സർക്കാർ എടുത്ത ഒരു തീരുമാനത്തിനെതിരെയാണ് ഒരു IAS ഉദ്യോഗസ്ഥൻ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയെ സമീപിക്കുന്നത്. അതൊരു ഭരണഘടനാപരമായിട്ടും റൂൾ ഓഫ് ഇൻഷുറൻസിന്റെ ഭാഗമായിട്ട് ശരിയല്ല. രണ്ടാമത്തെ കാര്യം, K. ജയകുമാറും മറ്റ് അംഗങ്ങളും തമ്മിലുള്ള ഭിന്നത രൂക്ഷമാകുന്ന പത്രങ്ങളൊക്കെ വരുന്നുണ്ട്. അത് ഈ മാസം ഇപ്പോൾ ഒരു പീക്കിലെത്തിക്കുന്ന സമയം. അപ്പൊ ദേവസ്വം ബോർഡിന്റെ ഇടയിൽ ഇത്തരത്തിലുള്ള ഒരു അവസരങ്ങളും ഇതുകൊണ്ട് ഒരു പ്രിൻസിപ്പൽ സെക്രട്ടറി ആണെങ്കിൽ IAS ഉദ്യോഗസ്ഥൻ സർക്കാരിന്റെ അപ്പോയിന്റ്മെന്റിനെതിരെ കോടതി പോകാന്ന് പറയുന്നത് ഒരിക്കലും ഒരു നമുക്കറിയാം, എത്ര വർഷം ഭരിച്ചതാണല്ലോ, റൂൾ ഓഫ് ഇൻഷുറൻസിന്റെ ഭാഗമായിട്ട് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്നതല്ല.
അങ്ങനെയാണ് അതിനെക്കുറിച്ച് സാധാരണഗതിയിൽ ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് എന്നത് നിങ്ങളുടെ അഭിപ്രായം തന്നെയാണ്. ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള എല്ലാവരുടെയും ഭാഗത്തുനിന്നുണ്ടാവുക. ഇവിടെ ശ്രീ ജയകുമാർ നമ്മുടെ ദേവസ്വം ബോർഡിൻ്റെ ചെയർമാനായത് അതിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് അദ്ദേഹം പോയിട്ടുള്ളത്. ദേവസ്വം ബോർഡിൻ്റെ ചെയർമാൻ സ്ഥാനത്ത് അദ്ദേഹം ഗവൺമെൻറ് നിശ്ചയിച്ചതിൻ്റെ ഭാഗമായിട്ട് മാറിയതാണ്. ഇവിടെ ചോദിച്ച കാര്യം അദ്ദേഹം സർവീസിലിരിക്കുന്ന ഒരാളാണെന്നാണ്. അത് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. അദ്ദേഹം ഇപ്പോൾ IAS റിട്ടയേർഡാണ്. ഇപ്പോൾ റിട്ടയേർഡായിട്ടുള്ള ഒരാളാണ് ഇപ്പോൾ അദ്ദേഹം. ആ നിലക്ക് സർവീസിൻ്റെ ഭാഗമാണ് എന്ന് പറയാനാവില്ല. പിന്നെ ജയകുമാറിനെ പോലൊരാളെ നമ്മുടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ചെയർമാനാക്കി എന്ന് പറയുമ്പോൾ അതിന് നല്ല പൊതു സ്വീകാര്യതയാണ് ഉണ്ടായത്. കാരണം മുൻകാലങ്ങളിൽ പല ഘട്ടങ്ങളിലായി ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അദ്ദേഹത്തിൻ്റെ വൈദഗ്ധ്യം തെളിയിച്ചിട്ടുള്ളതാണ്. പലതരത്തിൽ സേവനം നടത്താൻ അദ്ദേഹം അവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായി തന്നെ അദ്ദേഹത്തിൻ്റെ പേര് പൊതുവിൽ അയ്യപ്പ ഭക്തരെല്ലാം നല്ല നിലക്കാണ് സ്വാഗതം ചെയ്തിട്ടുള്ളത്. അപ്പോൾ നല്ല ഫലപ്രദമായ കാര്യങ്ങൾ നിർവഹിക്കാൻ അദ്ദേഹത്തിന് അവിടെ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെ അങ്ങ് പറഞ്ഞ കാര്യത്തിൽ ഒരു ഭാഗം വന്നത് ഇദ്ദേഹവും ബോർഡ് അംഗങ്ങളും തമ്മിൽ എന്തോ അസ്വാരസ്യമുണ്ട്. അങ്ങനെ ഒരു കാര്യമില്ല. അദ്ദേഹത്തെ ബോർഡ് അംഗങ്ങളെല്ലാം നല്ല രീതിയിൽ തന്നെ അംഗീകരിക്കുകയാണ്. എല്ലാവരും അംഗീകരിക്കുന്നൊരു മനുഷ്യനാണല്ലോ ജയകുമാർ. നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. അദ്ദേഹം പൊതുവെ എല്ലാവർക്കും സ്വീകാര്യനായിട്ടുള്ള ഒരാളാണല്ലോ. കാരണം നിഷ്പക്ഷമായി കാര്യങ്ങൾ നിർവഹിക്കാൻ പറ്റുന്ന ഒരാളാണ്. നല്ല കാര്യക്ഷമതയോടെ കാര്യങ്ങൾ നിർവഹിക്കും. അതിൽ നല്ല ചടുലതയും ഉണ്ടാകും. അപ്പോൾ നല്ല നിലക്ക് തന്നെ ഈ കാലയളവ് അദ്ദേഹത്തിൻ്റെ സേവനം ശബരിമലക്ക് ഉപയോഗിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്.